വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്വർഗത്തിൽ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന 4 ജീവികളെയും 24 മൂപ്പന്മാരെയും അവർ പാടുന്ന പാട്ടിനെയും രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗമാണ് വെളിപ്പാട് 4:6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ജീവികൾ വ്യത്യസ്ത മുഖത്തോടു കൂടിയ 4 ജീവികളാണ്. യെഹെസ്കേലും തൻ്റെ ദർശനത്തിൽ ഈ ജീവികളെ കാണുന്നതായി യെഹെസ്കേൽ 1:5 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഈ ജീവികളെക്കുറിച്ച് യെഹെസ്കേൽ പറയുന്നത് അവർ കെരൂബുകളാകുന്നുവെന്ന യെഹെസ്കേൽ 10:15-20 വാക്യങ്ങൾ. കെരൂബുകൾ ദൈവത്തെ ആരാധിക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് പാടിക്കൊണ്ടാണ്. ഇവർ രാപ്പകൽ വിശ്രമം കൂടാതെ പാടിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ 24 മൂപ്പന്മാർ. ഇവർ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിൻ്റെ മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് പാടുന്നത്: കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്നാണ്. കെരൂബുകളും മൂപ്പന്മാരും പാടുന്ന പാട്ടിൽ കർത്താവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ശക്തിയുമാണ് വർണ്ണിക്കുന്നത്. ഇവർ രാപ്പകൽ വിശ്രമം കൂടാതെ പാടി ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും തന്നെ. ഇവർ ദൈവത്തെ ആരാധിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ദൈവം പരിശുദ്ധനാണ്. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. പുറപ്പാട് 15:11 മോശ ഇസ്രായേൽ ജനത്തോട് ചേർന്ന് പാടുന്നത്: യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ? സങ്കീർത്തനക്കാരൻ പറയുന്നത് നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ അല്ലോ. സങ്കീർത്തനം 99:9 വാക്യം: അതേ, നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുൻപാകെ നമ്മുടെ ഒന്നുമില്ലായ്മയെ ഓർക്കുന്ന അവസരമാണ് ആരാധന. ദൈവത്തെ ആരാധിക്കുന്ന യെശയ്യാവ് തൻ്റെ അശുദ്ധിയെ കണ്ടുകൊണ്ട് നിലവിളിക്കുന്നത്: അയ്യോ, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യൻ. യെശയ്യാവ് 6:1. തുറന്നവൻ വിശുദ്ധി അനുഭവമാക്കി. വിശുദ്ധി എന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായൊരവസ്ഥയാണ്. വിശുദ്ധമായത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് വിശുദ്ധനായി ദൈവത്തെ ആരാധിക്കുന്ന നാമും വിശുദ്ധരായിരിക്കണം. 2, ദൈവം സർവശക്തനാണ്. റോമസാമ്രാജ്യത്തിൻ്റെ പീഡനത്തിൽ ഞെരുക്കപ്പെട്ടിരുന്ന ഒരു ജനത്തിന് നൽകിയ പ്രത്യാശയുടെ ദൂതാണ് വെളിപ്പാട് പുസ്തകം. ഒരു ജാതിയും നേരിട്ടിട്ടില്ലാത്ത പീഡനമാണ് അവർ അന്ന് അനുഭവിച്ചത്. പീഡിപ്പിക്കപ്പെടുവാനുള്ള കാരണം ചക്രവർത്തിയെ ദൈവമെന്ന് വിളിച്ച് ആരാധിക്കണം എന്നുള്ള കൽപ്പന അനുസരിക്കുവാൻ ദൈവജനം തയ്യാറായില്ല എന്നതാണ്. എന്നാൽ സർവശക്തനായ ദൈവം തങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള നിശ്ചയം അവരെ ധൈര്യപ്പെടുത്തി. പീഡനത്തിൻ്റെ മുൻപിൽ അവർ പാടി: ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്. ഇന്ന് ഭാരങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പീഡനത്തിൻ്റെയും മധ്യത്തിൽ അവനെ ആരാധിച്ചുകൊണ്ട് ധൈര്യത്തോടെ നമുക്കും പാടാം: എൻ്റെ ദൈവം സർവശക്തനാണ്. 3, എൻ്റെ ദൈവം നിത്യനാണ്. അതെ, നാം എല്ലാവരും നിത്യനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. സാമ്രാജ്യങ്ങൾ വരും പോകും, എന്നാൽ ദൈവവുമേ എന്നേക്കും നിലനിൽക്കും. അവൻ അൽഫയും ഓമേഗയുമാകുന്നു. അവൻ ആദിയും അന്തവുമാകുന്നു. യേശുനാമം ഇല്ലാതാക്കുവാനും ദൈവവിശ്വാസത്തെ നശിപ്പിക്കുവാനും അനേകർ ശ്രമിച്ചു. എന്നാൽ അവരൊക്കെ നശിച്ചു പോയതല്ലാതെ ദൈവവിശ്വാസത്തെ നശിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. മനുഷ്യൻ എത്ര ശത്രുത പുലർത്തിയാലും എത്ര വിപ്ലവം ഉണ്ടാക്കിയാലും ദൈവത്തെയോ ദൈവവിശ്വാസത്തെയോ നശിപ്പിക്കുവാൻ ആരാലും കഴിയില്ല. മർത്യനായ മനുഷ്യൻ എഴുന്നേൽക്കുന്നു, വീഴുന്നു. എന്നാൽ ദൈവം നിത്യനായി വാഴുന്നു. ഈ ഷാൾ റെയിൻ ഫോർ എവർ ആൻഡ് എവർ. ഹല്ലേലൂയ. നമുക്ക് പറയാം: ജീവനോ മരണത്തിനോ മറ്റ് യാതൊരു ശക്തിക്കോ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെയും വേർപിരിക്കുവാൻ കഴിയില്ല. 4, ദൈവം എൻ്റെ സൃഷ്ടിതാവാണ്. കൊലോസ്യർ 1:16 പറയുന്നത്: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു.
അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതെ, ഞാനും നീയും അവനാൽ അവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവൻ്റെ ആത്മാവാണ് നമ്മിൽ വസിക്കുന്നത്. അതുകൊണ്ട് യാതൊരു അശുദ്ധിക്കും നമ്മെ അശുദ്ധമാക്കുവാൻ കഴിയില്ല. 5, അവൻ വീണ്ടും വരുന്നവനാണ്. തൻ്റെ രക്തം നൽകി സകല പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത ദൈവം അവൻ്റെ മഹത്വത്തിൽ നമ്മെ ചേർപ്പാനായി അധിക താമസമിനി വീണ്ടും വരുമെന്ന വാഗ്ദത്ത പൂർത്തീകരണത്തിന് ഇനി അധിക താമസമില്ല. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി ഞാൻ പാടുന്നു, ആമേൻ കർത്താവേ, വേഗം വരണമേ. കർത്താവേ, നിത്യനും വിശുദ്ധനുമായ ദൈവത്തെ സ്വർഗീയ ദൂതന്മാരോട് ചേർന്ന് ആരാധിപ്പാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ. രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ, എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടെന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ.